എന്നാണ് ആശുപത്രി കൊണ്ടുവന്നത്? ഇപ്പോൾ നിലവിലെ സാഹചര്യമാണ്. എപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്? അച്ഛനെ ആശുപത്രി കൊണ്ടുവന്നത് 28-ാം തീയതി. 28-ാം തീയതി രാവിലെ അച്ഛന് പാരിപ്പള്ളിയിൽ വെച്ചിട്ടാണ് ആക്സിഡൻറ്റ് പറ്റിയത്. അപ്പം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിട്ട് അവിടെ എടുത്തില്ല. പിന്നെ ഗോകുലം മെഡിക്കൽ കൊണ്ടുപോയി, അവിടെയും എടുത്തില്ല. അവിടെ നിന്നാണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. ഇവിടെ കൊണ്ടുവന്നിട്ട് അന്ന് രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത് വെളിയിൽ കമ്പിയിട്ട്, എന്നിട്ട് ICU തന്നെ ആയിരുന്നു. അപ്പോൾ 2 ദിവസം മുന്നേ ഡോക്ടർ പറഞ്ഞു അച്ഛന് പ്രഷർ ലോ ആണ്, ഹീമോഗ്ലോബിൻ്റെ അളവും കുറവാണ്, അതുകൊണ്ട് കുറച്ച് ദിവസം ICUയിൽ തന്നെ കിടക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്ന് വെച്ചാൽ വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. അപ്പം മെനഞ്ഞാന്ന് പോലീസിൽ സ്റ്റേഷനിൽ പോകുന്നുള്ളതുകൊണ്ട് ഞാനും ചേട്ടനും കൂടെ വീട്ടിൽ പോയതാണ് പാരിപ്പള്ളി. അപ്പോൾ ഇന്നൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക്, ഒരു ഉച്ച ആയപ്പോഴത്തേക്ക് ICUന്ന് സിസ്റ്റർ വന്നിട്ട് അച്ഛൻ്റെ പേര് രാജേന്ദ്ര പ്രസാദ് എന്നാണ്. അങ്ങനെ രാജേന്ദ്ര പ്രസാദിൻ്റെ ആളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ ചെന്നു. അമ്മ ചോദിച്ചപ്പോൾ പറഞ്ഞ് 2 പേരെ വിളിച്ചുകൊണ്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ 2 പേരെയും വിളിച്ചുകൊണ്ട് ചെന്നപ്പോൾ പറഞ്ഞു വാർഡിലോട്ട് മാറ്റുവാണെന്നും പറഞ്ഞ് 20-ാം വാർഡിലോട്ട് കൊണ്ടുവന്ന് കിടത്തി. അവിടെ കിടത്തിയിട്ട് മോനിത് അച്ഛൻ്റെ കാലിങ്ങനെ തലങ്ങണ എടുത്ത് വെക്കാൻ നോക്കിയപ്പോൾ അതിൻ്റെ അവിടുന്ന് പുഴു ഇങ്ങനെ ഇറങ്ങി വരുവാണ്, വെള്ളപ്പുഴു. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് മോൻ പറഞ്ഞു ഇത് കണക്ക് പുഴു വരുന്നെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ചാൽ അത് ഡ്രസ്സ് ചെയ്യാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവരങ്ങ് പോയി. കുറേ കഴിഞ്ഞിട്ടും ഇതൊന്നും അവർ വന്ന് നോക്കുകയോ ഇത് ഡ്രസ്സ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ വന്ന് പറഞ്ഞൊരു മരുന്ന് മേടിയെന്നും പറഞ്ഞ് തുണ്ട് കൊടുത്തു. ആ മരുന്നും കൊച്ചു പോയി എടുത്തുകൊണ്ട് വന്ന് കൊടുത്തിട്ട് സിസ്റ്ററിനടുത്ത് കൊടുത്ത് പറഞ്ഞു മരുന്ന് എടുത്തെന്ന് പറഞ്ഞിട്ട് അവിടെ വരാമെന്ന് പറഞ്ഞതല്ലാതെ വന്നില്ല. അങ്ങനെ മോൻ ഞങ്ങളെ ഫോൺ ചെയ്ത് പറഞ്ഞു അമ്മ ഇതേ കണക്ക് അച്ചാച്ചൻ്റെ കാലിൽ നിന്ന് പുഴു വരുന്നുണ്ട്, അമ്മ പെട്ടെന്ന് പോയി, എനിക്കത് പേടിയാവുന്നു, അമ്മാമ്മ ഇവിടെ ഭയങ്കര കരച്ചില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പാരിപ്പള്ളിയിൽ നിന്ന് നമ്മളെല്ലാവരും കൂടെ ഇവിടെ വന്ന് വാർഡിൽ വന്ന് നോക്കുമ്പോൾ കാലിങ്ങനെ പൊക്കി നോക്കുമ്പോൾ ഈ വെള്ളപ്പുഴു അവിടുന്ന് ഇറങ്ങി വരുവാണ്. ആ കിടക്കുന്ന അച്ഛനെ കിടത്തിയിരുന്ന ബെഡിൽ മൊത്തം പുഴു. അപ്പോഴും ഞങ്ങൾ ചെന്ന് സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞാൽ ഡോക്ടറിനെ വിളിച്ചിട്ടുണ്ട്, വരും, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അല്ലാതെ ഞങ്ങൾ വരുന്നവരെ 8 മണി വരെ ആയിട്ടും അവരൊന്നതൊന്ന് ഡ്രസ്സ് ചെയ്യാനോ അതൊന്നും അഴിച്ചു നോക്കാനോ ഒന്നും അവർ ചെയ്യില്ല. നമ്മൾ വന്ന് ചോദിക്കുമ്പോൾ അവർ നമ്മുടെ അടുത്ത് പറയുന്നതാണ് ഇത് നിങ്ങളല്ലല്ലോ കണ്ടത്, നിങ്ങളുടെ അടുത്ത് ഇത് ആര് വിളിച്ചറിയിച്ച്, നിങ്ങൾ എന്തായാലും ഇവിടെ ഇരുന്നവർ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ആൾ വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നത്. ഇത്രയും ഈ പുഴു വരിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ കാണുമ്പോൾ പിന്നെ നമ്മൾ എന്തോ പറയണ്ട, നമ്മളത് കണ്ട് സന്തോഷിക്കില്ലല്ലോ വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ സംസാരിച്ച് പിന്നെ അപ്പോഴാണ് നമ്മൾ റേസ് ചെയ്ത് സംസാരിച്ചതിന് ശേഷമാണ് ഒരു ഡോക്ടർ വന്നിട്ട് കുറച്ച് സംസാരിച്ചിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി അത് ഫുൾ അഴിച്ച് അതിനകത്ത് മരുന്നൊഴിച്ച് പുഴുവെല്ലാം ഇറങ്ങിപ്പോയി. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും തുടച്ച് നല്ലോണം ഡ്രസ്സ് ചെയ്തിപ്പം 15-ാമത്തെ വാർഡിൽ അവിടെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. അതായത് അകത്ത് വെച്ചിട്ട് ഡ്രസ് ചെയ്ത് ക്ലിയർ ആക്കിയിരുന്നെങ്കിൽ ഈ പുഴു വരുമായിരുന്നു. ഇല്ലായിരുന്നു. ICU കിടന്നവരും പറഞ്ഞിട്ടില്ലെന്നാ ഇവിടെ താഴെ വന്നപ്പോൾ അവർ പറഞ്ഞത്. അവരും പറഞ്ഞിട്ടില്ല. കാരണം ICU ഇത് എന്തായാലും ഇവിടെ കൊണ്ടുവന്നിട്ട് വാർഡിൽ വന്നപ്പോൾ സംഭവിച്ചതല്ല, ഇത് ICUയിൽ വെച്ച് സംഭവിച്ചതാണ്. അവർ കുറച്ച് മണിക്കൂറുകളെ ആയുള്ളൂ. കാരണം ഒരു 3 മണി സമയത്താണ് ഇവിടെ വാർഡിലോട്ട് മാറ്റുന്നത്. അതുവരെ അച്ഛൻ ICUയിലായിരുന്നു. ICUയിൽ വെച്ച് സംഭവിച്ചിട്ട് അവർ ഒരു അക്ഷരം പോലും പറഞ്ഞില്ല. ആരെടുത്തും അല്ലെങ്കിൽ ഇന്ന ഇൻഫെക്ഷൻ ആയെന്നോ പുഴുവാണെന്നോ ഒരു അക്ഷരം പറയാതെ ഒരു മുന്നറിയിപ്പും തരാതെയാണ് ഇവർ വാർഡിലോട്ട് മാറ്റിയത്. നമ്മുടെ അടുത്ത് പറഞ്ഞത് അങ്ങനെയല്ല, കുറച്ച് ദിവസം ICUയിൽ കിടക്കണം, അത് കഴിഞ്ഞിട്ടേ വാർഡിലോട്ട് എടുക്കൂ. കാരണം അച്ഛന് പ്രഷർ ലോ ആണ്, ഹീമോഗ്ലോബിൻ്റെ അളവും കുറവാണ്, ബ്ലഡ് ഇറക്കിക്കൊണ്ട് ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് അവരിന്ന് ഇവിടെ കൊണ്ടുവന്ന് വാർഡിൽ കളഞ്ഞത്. നമ്മളിത് കൊച്ചത് കണ്ടില്ലായിരുന്നെങ്കിൽ അവരത് പറയത്തുമില്ലായിരുന്നു. ഈ പുഴു വീണ്ടും കയറി നാളെ ഇത് ഈ കാല് മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥ വന്നേനെയിരുന്നു. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇവിടെ പറ്റില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഇവര് ഇത് ചെയ്തത്. കാരണം കാല് മുറിച്ച് കളയേണ്ട അവസ്ഥ എന്നൊക്കെ അവര് പറഞ്ഞു. തുടക്കത്തിൽ പറഞ്ഞു. അപ്പം നമ്മൾ പറയാം കാല് മുറിച്ച് കളയാൻ പറ്റില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാൻ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. 61. ഇല്ല, ഷുഗറോ പ്രഷറോ അങ്ങനെ ഒരു അസുഖം അച്ഛനില്ല. അച്ഛൻ നല്ലോണം ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണ്, ജോലി ചെയ്യാം. അന്നും രാവിലെ ജോലിക്ക് ഇറങ്ങിപ്പോയ മനുഷ്യനാണ് വന്ന് വണ്ടി ഇടിച്ചത്. അച്ഛന് വേറെ ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഈച്ച അതിനകത്ത് കയറും, മുട്ടയിടും, അങ്ങനെ പുഴുവായതാണ്. അത് ഇനിയും ICUവിനകത്ത് അവർ പറയുന്നത് അങ്ങനെയാണ്, അതിനകത്ത് ഈച്ച കയറി മുട്ടയിട്ട് പുഴുവായതാണ്, അത് ഇനിയും സംഭവിക്കാം എന്നാണ് അവർ പറയുന്നത്. സാധാരണ ഇങ്ങനെ കഴുകി ഡ്രസ് ചെയ്ത് വൃത്തിയാക്കി സൂക്ഷിക്കാനാണല്ലോ നമ്മുടെ ആശുപത്രി. അതാണ് അവർ പറയുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾ നല്ലോണം നോക്കണം, ഈച്ച കയറി കഴിഞ്ഞാൽ വീണ്ടും ഇത് കണക്ക് നാളെയും ഇതായിരിക്കും അവസ്ഥ. അവർ ഉറപ്പൊന്നും പറയുന്നില്ല. ഈച്ച കയറി മുട്ടയിട്ട് ആവുമെന്നാണ് അവർ പറയുന്നത്. ഡോക്ടറോട് മാത്രമാണല്ലോ നമ്മൾ സംസാരിച്ചത്. ഇപ്പൊ അവിടെ ഒരു ഡോക്ടറിന്റെ പേരൊന്നും അറിയില്ല, ഒരു ഡോക്ടറിന്റെ അടുത്ത കാര്യം പറഞ്ഞ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞത് ഇത് ഈച്ച കയറി അതിനകത്ത് മുട്ടയിട്ട് പുഴുവായതാണ് എന്ന്. വേറെ ആരും നമുക്ക് ആരുടെ അടുത്താണ് ഇത് പറയേണ്ടതെന്നോ ചോദിക്കേണ്ടതെന്നോ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. നമ്മളിവിടെ വന്നപ്പോൾ നമ്മുടെ അച്ഛൻ്റെ അവസ്ഥ വളരെ മോശമായതുകൊണ്ട് നമ്മളവിടെ പ്രശ്നം ഉണ്ടാക്കിയതാണ്, ബഹളം വെച്ചപ്പോഴത്തേക്ക്. അതുകൊണ്ട് മാത്രമാണ് അവർ ഇപ്പോഴെങ്കിലും അത് ചെയ്തത്. അല്ലായിരുന്നെങ്കിൽ ഇത് ഒന്നും ചെയ്യാതെ മനുഷ്യൻ അവിടെ ഇട്ടിരുന്ന് ഈ കാല് മൊത്തത്തിൽ
വഷളാക്കി കളഞ്ഞേനായിരുന്നു. അതായത് ഐസിയുവിൽ നിന്ന് താഴേക്ക് പുറത്ത് വാർഡിലേക്ക് കൊണ്ടുവരികയും നമ്മളെ ശ്രദ്ധയിൽ ഇത് പെട്ടതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഉറപ്പായിട്ടും നമ്മളെ കൊച്ചു കണ്ട്, എന്നിട്ട് അവർ പറയുന്നതെന്ന് വെച്ചാൽ അവർ കണ്ടായിരുന്നു കൊച്ചിൻ്റെ അടുത്ത്, അവരാണ് പറയുന്നത്. പക്ഷെ അല്ല, മോൻ പറയുന്ന അമ്മ അല്ല, ഞാൻ കണ്ട് അച്ചാച്ചൻ്റെ പുഴുവെന്നും ഞാനാണ് ഡോക്ടറിൻ്റെ അടുത്ത് മോനാണ് ചെന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് കണക്ക് പുഴുവിന് അച്ചാച്ചൻ്റെ പിറത്തുനിന്ന് പുഴുവിനെ കണ്ടെന്ന്. മേഡം രാജേന്ദ്ര പ്രസാദിന്റെ ഞാൻ പിന്നെ മോൻ്റെ ഭാര്യയാണ്, ഒരു മോനേ ഉള്ളൂ, ഞാൻ മരുമോളാണ്.